എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ വീടും സ്ഥലവും ജപ്തി ചെയ്യാൻ ഒരുങ്ങി കേരള ഗ്രാമീൺ ബാങ്ക്. വീടിന് മുൻപിൽ ബാങ്ക് അധികൃതർ ഫ്ലെക്സ് വെച്ചു. കാസർഗോഡ് ബാളിയാർ സ്വദേശി തീർത്ഥയുടെ കുടുംബത്തിനാണ് ഈ ദുർഗതി. സാരംഗ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. സാരംഗ്, ഒരു കണ്ണിൽ ചോരയില്ലാത്ത മനസ്സലിവില്ലാത്തൊരു പ്രവൃത്തിയായി ഈ സംഭവം മാറുന്നുണ്ടോ? എത്ര രൂപയാണ് ഈ കുടുംബം എടുത്തത്? ഗ്രാമീൺ ബാങ്കിൻ്റെ നടപടി അവർ നോട്ടീസൊക്കെ നിരന്തരം നൽകിയതാണോ? മറ്റേതെങ്കിലും തരത്തിലൊരു കനിവുണ്ടാകണമെന്ന് ഈ കുടുംബത്തിന്റെ അപേക്ഷ ബാങ്കിന് മുന്നിലുണ്ടോ? എന്താണ് തൽസ്ഥിതി? തീർച്ചയായും കണ്ണിൽ ചോരയില്ലാത്ത നടപടി എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു നടപടിയാണ് ഇപ്പോൾ കേരള ഗ്രാമീണ ബാങ്കിന്റെ മിയാപദവ് ശാഖയുടെ ഭാഗത്ത് നിന്ന് തീർത്ഥയുടെ കുടുംബത്തിന് നേരെ ഉണ്ടായിരിക്കുന്നത്. 2014 ഈ കുട്ടിയുടെ ചികിത്സയ്ക്കും അതുപോലെ തന്നെ വീടിന്റെ പുനർനിർമ്മാണത്തിനുമായി ഈ നിർധന കുടുംബം 2.5 ലക്ഷം രൂപ ബാങ്കിൽ നിന്നും കടമെടുത്തിരുന്നത്. പിന്നീട് പലതവണയായി ചെറിയ തോതിലൊക്കെ തന്നെ പണമടയ്ക്കാൻ വെച്ചു പോയിരുന്നെങ്കിലും പിന്നീട് കുട്ടിയുടെ തുടർ ചികിത്സയും മറ്റ് സാമ്പത്തിക പ്രതിസന്ധികളും കാരണം അടവുകൾ മുടങ്ങിയിരുന്നു. ഇതേ തുടർന്നാണ് ഇപ്പോൾ സർഫാസി നിയമപ്രകാരം ഈ വീടും സ്ഥലവും തങ്ങളുടേതാണ്, ഇത് അടുത്ത ദിവസം തന്നെ ലേലത്തിൽ വെക്കും, താല്പര്യമുള്ളവർ ബന്ധപ്പെടുക എന്നടക്കമുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വലിയ ഫ്ലെക്സ് ബാങ്ക് അധികൃതർ വീടിന് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നത്. മാത്രമല്ല കുടുംബത്തിനും വലിയ സാമ്പത്തിക പ്രതിസന്ധികളുണ്ട്. പ്രത്യേകിച്ച് കാസർഗോഡ് ജില്ലയ്ക്കകത്ത് എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാനായി രൂപീകരിച്ച സെല്ല് ഇപ്പോൾ പൂർണ്ണമായും നിർജീവമാണ് എന്നുള്ള ഒരു വലിയ ആരോപണം ഉന്നയിക്കപ്പെടുന്ന സമയത്താണ് ഇത്തരത്തിൽ വലിയൊരു പ്രതിസന്ധി കൂടി ഉണ്ടായി വരുന്നത്. പ്രതീഷ്.